Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, morning. Okay, അപ്പോൾ എല്ലാവർക്കും ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ. ഡൗട്ട് ഉണ്ടോ ഇല്ലയോ? റെസ്പോണ്ട് ചെയ്യൂ. ഉണ്ടോ? നോ? ഓക്കെ, അനു ആബ്സെന്റ് ആയിരുന്നു. എന്ത് പറ്റി അനു? കുട്ടിക്ക് സുഖമില്ല. ഇവിടെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വിളിച്ചായിരുന്നു, സ്കൂളിൽ നിന്ന് വിളിച്ചപ്പോ ഹോസ്പിറ്റലിലൊക്കെ പോയേക്കുമായിരുന്നു. ആണല്ലേ? ഓക്കെ. അനുവിന് എങ്ങനെയുണ്ട്? ഓക്കെ ആയോ? എനിക്ക് ഓക്കെ ആയിരുന്നു. ഓക്കെ. അപ്പോ റെക്കോർഡ് ക്ലാസ് കാണും, കാരണം നമ്മൾ പാസീവ് വോയിസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. 3 ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, അപ്പൊ റെക്കോർഡ് ക്ലാസ് കാണാനുള്ള ടൈം കിട്ടിയില്ല. അപ്പൊ ഞാൻ അത് കണ്ടിട്ട് ചോദിച്ചോളൂ. ഓക്കെ അനു. ഒരു ചെറിയൊരു സ്റ്റോറി പറയട്ടെ. സ്റ്റോറി പറഞ്ഞിരുന്നു, ഒരു ജാക്കിന്റെ സ്റ്റോറി ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ക്ലാസ്സില് അശ്വൻ പറഞ്ഞിരുന്നോ? എന്താ മിസ്സേ, മനസ്സിലായില്ല. സ്റ്റോറി ഞാൻ പറഞ്ഞിരുന്നോ ക്ലാസ്സില്? ഒരു ജാക്കിന്റെ സ്റ്റോറി. ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല അല്ലേ? ഓക്കെ. അപ്പോ നോട്ട്ബുക്ക് എടുക്കൂ. ടേക്ക് യുവർ നോട്ട്ബുക്ക്. ജസ്റ്റ് ചെറിയ സ്റ്റോറി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, എഴുതിക്കോളൂ. മിസ്റ്റർ ജാക്ക്, ക്യാപ്റ്റൻ നെയിം ജാക്ക് എന്നാണ്. മിസ്റ്റർ ജാക്ക് ടൗൺ സെന്ററിന് അടുത്താണ് താമസിച്ചിരുന്നത്. മിസ്റ്റർ ജാക്ക് ടൗൺ സെന്ററിന് അടുത്താണ് താമസിച്ചിരുന്നത്. മിസ്റ്റർ ജാക്ക് ടൗൺ സെന്ററിന് അടുത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് പൂന്തോട്ടമുള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പൂന്തോട്ടമുള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു. മിസ്റ്റർ ജാക്ക് ടൗൺ സെന്ററിന് അടുത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് പൂന്തോട്ടമുള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു. മിസ്റ്റർ ജാക്ക് തന്റെ പൂന്തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു. മിസ്റ്റർ ജാക്ക് തന്റെ പൂന്തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു. വേനൽക്കാലത്ത് പിങ്ക്, യെല്ലോ, റെഡ്. വേനൽക്കാലത്ത് പിങ്ക്, യെല്ലോ, റെഡ് നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന വേനൽക്കാലത്ത് പിങ്ക്, യെല്ലോ, റെഡ് നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും തന്റെ പൂന്തോട്ടത്തിൽ ചിലവഴിക്കാൻ ജാക്ക് ഇഷ്ടപ്പെട്ടു. വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും തന്റെ പൂന്തോട്ടത്തിൽ ചിലവഴിക്കാൻ ജാക്ക് ഇഷ്ടപ്പെട്ടു.
എന്നാൽ ജാക്കിനും ജോലിക്ക് പോകേണ്ടി വന്നു. എന്നാൽ ജാക്കിനും ജോലിക്ക് പോകേണ്ടി വന്നു. എന്നാൽ ജാക്കിനും ജോലിക്ക് പോകേണ്ടി വന്നു. വീടിന് അടുത്തല്ലാത്ത ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്നതിനാൽ പലപ്പോഴും ബസ്സിൽ ജോലിക്ക് പോയിരുന്നു. വീടിനടുത്തല്ലാത്ത ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്നതിനാൽ പലപ്പോഴും ബസ്സിൽ ജോലിക്ക് പോയിരുന്നു. അവൻ ഒരു ഏകാന്ത മനുഷ്യനായിരുന്നു. അധികം ആളുകളുമായി അങ്ങനെയല്ല, ഏകാന്ത മനുഷ്യനായിരുന്നു. ഓക്കെ, അയാൾക്ക് അധികം ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. ഇക്കാരണത്താൽ അയാൾക്ക് പലപ്പോഴും സങ്കടവും വിരസതയും തോന്നി. Okay, everybody again. Mr. Jack ടൗൺ സെന്ററിന് അടുത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് പൂന്തോട്ടമുള്ള ഒരു വലിയ വീടുണ്ടായിരുന്നു. മിസ്റ്റർ ജാക്ക് തന്റെ പൂന്തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു. വേനൽക്കാലത്ത് പിങ്ക്, യെല്ലോ, റെഡ് നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും തന്റെ പൂന്തോട്ടത്തിൽ ചിലവഴിക്കാൻ ജാക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ ജാക്കിനും ജോലിക്ക് പോകേണ്ടി വന്നു. വീടിനടുത്തല്ലാത്ത ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്നതിനാൽ പലപ്പോഴും ബസ്സിൽ പോയിരുന്നു. അവൻ ഒരു ഏകാന്ത മനുഷ്യനായിരുന്നു. അയാൾക്ക് അധികം ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. ഇക്കാരണത്താൽ അയാൾക്ക് പലപ്പോഴും സങ്കടവും വിരസതയും തോന്നി. Okay, is it finished? Okay, കഴിഞ്ഞോ? Yes, ma'am. Yes. Okay. So then translate. Tense identify ചെയ്യാ. So tense മനസ്സിലായാലും അതിനുശേഷം നമ്മള് ഏത് ഫോം ആണ്, വേർബിന്റെ ഏത് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത് അതിനകത്ത് ഐഡന്റിഫൈ ചെയ്യുക. കറക്റ്റ് ആയിട്ട് ഓക്സിലറീസും V2, V3 ഫോംസും എല്ലാം യൂസ് ചെയ്തിട്ട് വേണം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. ഓക്കെ, പിന്നെ എപ്പോഴും നമ്മൾ മലയാളം സ്റ്റോറിയോ എന്തെങ്കിലും സെന്റൻസോ എന്തെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും മലയാളം അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. ഓക്കെ, മലയാളം എവിടെ വെച്ചിട്ടാണോ അവസാനിച്ചത് അവിടെ നിന്നായിരിക്കണം ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, എന്നാലേ ഒരു ക്ലാരിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് വരുള്ളൂ, ഒരു മീനിങ് ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതെല്ലാം നോട്ട് ചെയ്ത ശേഷം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ.
കഴിയുമ്പോ പറയണം. ഓക്കെ. കഴിഞ്ഞോ? Anyone?
കഴിഞ്ഞോ? ആരുടെങ്കിലും കഴിഞ്ഞോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ. നമ്മൾ കുറച്ച് എഴുതിയതേ ഉള്ളൂ. ആദ്യത്തെ കുറച്ച് ഒരു 4-5 സെന്റൻസ് മാത്രമേ എഴുതിയുള്ളൂ. ബാക്കി എഴുതിക്കൊണ്ട് ആദ്യത്തെ ഒരു 4-5 ആദ്യത്തെ ഒരു 4-5 സെന്റൻസ് എഴുതിയുള്ളൂ. ബാലൻസ് എഴുതിക്കൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ, പെട്ടെന്ന് അവിടെ. ഓക്കെ, എല്ലാവരും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ക്യാമറക്ക് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്, ഒരു ഇഷ്യൂ ഉണ്ട്. സോ അതുകൊണ്ടാണ് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ, ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? രമ്യ, അനു? കേൾക്കുന്നുണ്ട്. ഉണ്ട് മാം. ഓക്കെ ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാ. ഓക്കെ.
Is it finished? I കഴിഞ്ഞോ? What time ആയി? കഴിഞ്ഞവരുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയൂ. മാം കഴിഞ്ഞു പറയട്ടെ. Okay. Mr. Jack lived near the town center. He had a big house with a garden. Mr. Jack loved his garden. In summer, there are many beautiful flowers blooming in pink, yellow, and red color. Jack loved to spend his evening and weekend in his garden, but Jack had to go to work as he worked in office not close to home. He often had to go to work by bus. He was a lonely man. He didn't have friends. Because of this, he felt sad. Okay. Yeah. ഇനി നെക്സ്റ്റ് ആരാ പറയാ? രമ്യ കഴിഞ്ഞോ? ഒരു മിനിറ്റ് ലാസ്റ്റ് സെന്റൻസ് കിട്ടി. ഓക്കെ പെട്ടെന്ന് നടത്തേ.
ടൈം പോകുന്നു. ഓക്കെ അശ്വൻ, യെസ് മാം. യാ കഴിഞ്ഞോ? അതെ ഇപ്പൊ കഴിഞ്ഞു. ഓക്കെ പറയൂ. Mr. Jack lived near the town center. He had a house with a garden. He loved spending time in the garden. In summer, there were beautiful flowers blooming in pink, yellow, and red colors. Jack loved to spend his evening and free time in the garden, but Jack had gone to work. He often went by bus as he went to work in an office which was not near his home. അത്ര എഴുതിയത് സേതാ, ബാക്കി എഴുതിയില്ല. ഓക്കെ യാ കംപ്ലീറ്റ് ചെയ്തോളൂ. ഇനി ടിപ്പിൻ. ടിപ്പിൻ Yes, completed. ഓക്കെ കംപ്ലീറ്റഡ്. Yes, Yes, okay, you can read now. Mr. Jack lived near town center. He had a big house with a garden. He was very fond of his garden. During summer, the garden blossomed with many pink, yellow, and red flowers. Jack loved to spend time in his garden during evening and weekends, but Jack had to go for a work. Since he worked far from his home, he went to work most oftenly by bus. He was a lonely man. He didn't have much friends. Because of this, he felt sad and boredom. Okay. Next, Anu. മിസ് ഞാൻ എഴുതിയത്രയും പറയും. Okay. Mr. Jack lived near the town center. He had a big house with a garden. Mr. Jack was really loved with his garden. In summer, full of beautiful flowers blooming in pink, yellow, and red colors. He loved and he spent his evenings and weekend with the garden. He was a loner man. He was a loner because he working in an office not close to home. He gone to bus. അത്ര എഴുതിയിരുന്നു. Yeah. Next, Telmya. Okay, ma'am. Mr. Jack lived near the town center. He had a big house and garden. Jack is lived her garden very much. In this garden, full of pink, yellow, and red colors, flowers are blooming in summer season. Jack lived to spend every evening and weekend in this garden, but he had to go to her home office are too far, so he go to the bus. So Jack was lived in a loneliness person. So this reason he lived in a boredom and sad. Okay. Next, Nafira. Yes, ma'am. Mr. Jack was lived near town center. He had a big garden in his house. Mr. Jack liked his garden very much. In summer season, there's a lot of pink, yellow, red, beautiful blooming flowers. In evening and weekend, he loved to spend time in his garden. But Jack also came to go for a walk. His office was not near to his house, so that he need to go in the bus for the work. He was a lonely person. He have no more friends, so he felt very sad and bored. Okay. Next, Gada. Gada, are you there? Okay. Ashwini. No. Okay. ഇനി വേറെ ആരും പറയുന്നില്ലല്ലോ? Okay. Yeah. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് മിസ്റ്റർ ജാക്ക് ടൗൺ സെന്ററിന് അടുത്താണ് താമസിച്ചിരുന്നത് അല്ലെ? ഇങ്ങനെയാ പറയാ, ഇത് പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ?
ഓക്കെ, അപ്പൊ സെന്റൻസ് എങ്ങനെയാ വരാ? താമസിച്ചിരുന്നത് എന്ന് പറയുമ്പോ ഏതാ വരാം? വേർഡ് പറയൂ. lived. ഓക്കെ, lived ആണ്. അപ്പോ അടുത്താണ് നിയർ പറയാം, നിയർ പറയാം, അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് വേണമെങ്കിൽ പറയാം. മിസ്റ്റർ ജാക്ക് ലിവ്ഡ് ക്ലോസ് ടു ദി ടൗൺ സെന്റർ എന്ന് പറയാം, അല്ലെങ്കിൽ മിസ്റ്റർ ജാക്ക് ലിവ്ഡ് നിയർ ദ ടൗൺ സെന്റർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ മിസ്റ്റേക്ക് ഇല്ല. നിയർന്ന് യൂസ് ചെയ്താലും ക്ലോസ് ടു യൂസ് ചെയ്താലും there is no mistake. ഇനി നെക്സ്റ്റ്, ഒരു അദ്ദേഹത്തിന് പൂന്തോട്ടമുള്ള ഒരു വലിയ വീട് ഉണ്ടായിരുന്നു. വീട് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ ഏതാ വരാ? Had. ഹാഡ് ആണ്. ഓക്കെ, അപ്പൊ സെന്റൻസ് എങ്ങനെയാ വരാ? He had a big house with a garden. ഓക്കെ, നമുക്ക് ബിഗ് യൂസ് ചെയ്യാം, നമുക്ക് ലാർജ് യൂസ് ചെയ്യാം. He had a large house with a garden and he had a big house with a garden. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ്, മിസ്റ്റർ ജാക്ക് തന്റെ പൂന്തോട്ടം വളരെ ഇഷ്ടപ്പെട്ടു എന്നാ പറയുന്നത്. അപ്പൊ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോ വേർഡ് ഏതാ വരാ? Loved. Loved. ലൈക്ഡ് ആണ്. ഓക്കെ, അപ്പോ മിസ്റ്റർ ജാക്ക് ലൈക്ഡ് ഹിസ് ഗാർഡൻ വെരി മച്ച്. വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് അല്ലെ. അപ്പോ വെരി മച്ച് വേണം. മിസ്റ്റർ ജാക്ക് ലൈക്ഡ് ഹിസ് ഗാർഡൻ വെരി മച്ച്. Miss, another color sentence. Mr. Jack liked his garden very much. Liked his Garden very much. Okay. നെക്സ്റ്റ്, വേനൽക്കാലത്ത് പിങ്ക്, യെല്ലോ, റെഡ് നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോ ഇവിടെ ഉണ്ടായിരുന്നു എന്നാ വന്നേ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? Had. യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോ ഇറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇറ്റ് ഹാഡ് എന്ന് പറയണം. ഇറ്റ് ഹാഡ്. അപ്പൊ ഈ സെന്റൻസ് നമുക്ക് ശരിക്കും മലയാളം ഞാൻ പറഞ്ഞു, മലയാളത്തിൽ എവിടെ നിന്ന് അവസാനിക്കുന്നു അവിടെ വെച്ച് വേണം നമ്മൾ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇവിടെ മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോ ഇറ്റ് ഹാഡ് എ ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. ഇനി വിരിഞ്ഞു നിൽക്കുന്ന അല്ലെ. അപ്പൊ ഇറ്റ് ഹാഡ് എ ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ദാറ്റ് ബ്ലൂംഡ് ഇൻ സമ്മർ. വേനൽക്കാലത്ത് വിരിഞ്ഞു നിൽക്കുന്ന ധാരാളം പൂക്കൾ ഉണ്ടായിരുന്നു എന്നവരാണ്. ഓക്കെ, മാം ആ സെന്റൻസ് ഒന്നും കൂടെ പറയാം ഫുൾ ആയിട്ട്. അപ്പോ ഇറ്റ് ഹാഡ് എ ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ദാറ്റ് ബ്ലൂംഡ് ഇൻ സമ്മർ. Beautiful flowers that bloomed in summer. അതായത് നമ്മൾ മലയാളത്തിൽ സെന്റൻസ് വരുമ്പോൾ അത് ലാസ്റ്റ് മലയാളത്തിൽ അങ്ങനെ എവിടെ വെച്ച് അവസാനിക്കുന്നു അവിടെ വെച്ചിട്ട് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ നമ്മൾ ഫസ്റ്റ് ആണ് വേനൽക്കാലം, ഓക്കെ, അപ്പൊ ഇൻ സമ്മർ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ മനോഹരമായ പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഹാഡ് a lot of beautiful flowers. ധാരാളം പൂക്കൾ ഉണ്ടായിരുന്നു. ഇനി എന്താ? വിരിഞ്ഞു നിൽക്കുന്ന അല്ലെ, വേനൽക്കാലത്ത് വിരിഞ്ഞു നിൽക്കുന്ന. അപ്പൊ ഇങ്ങനെ വരാ? ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ദാറ്റ് ബ്ലൂംഡ് ഇൻ സമ്മർ. ഓക്കെ, എങ്ങനെയാണ് സെന്റൻസ് വരാ? ദെൻ ഒരു ഹാഷ് ഇട്ട് പിങ്ക്, യെല്ലോ ആൻഡ് റെഡ് എന്ന് പറയും. പിങ്ക്, യെല്ലോ ആൻഡ് റെഡ്. ഓക്കെ, ഇറ്റ് ഹാഡ് എ ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് that bloomed in summer, pink, yellow and red. Okay, ഇതാണ് സെന്റൻസ്. ഇനി നെക്സ്റ്റ്, വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും തന്റെ പൂന്തോട്ടത്തിൽ ചെലവഴിക്കാൻ ജാക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ചെലവഴിക്കാൻ മീൻസ് സമയം ചെലവഴിക്കാനാണ് അല്ലെ, ടൈം ആണ് സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് എങ്ങനെ എഴുതാം? ഇഷ്ടപ്പെട്ടു എന്നാണ്. അപ്പോഴവിടെ എന്ത് വേണം? Liked വേണം. Liked. Oh, Mr. Jack liked spending time. അല്ലെ, ആരുടെ പൂന്തോട്ടത്തിലാണ്? അദ്ദേഹത്തിന്റെ പൂന്തോട്ടത്തിലാണ് അല്ലെ. അപ്പൊ മിസ്റ്റർ ജാക്ക് liked spending
time in his garden. എപ്പോഴൊക്കെയാണ്? In the evening and on weekends. അവിടെ പ്രൊപ്പോസിഷൻസ് ഒക്കെ ആവശ്യമാണ് അല്ലെ? വീക്കെൻഡ് പറയുമ്പോഴും ഈവനിങ് പറയുമ്പോഴും കറക്റ്റ് പ്രൊപ്പോസിഷൻ വേണം അല്ലെ? അപ്പോ Mr. Jack like to spending time in his garden in the evening and on weekends. Okay? Yes, ma'am. നെക്സ്റ്റ്, എന്നാൽ ജാക്കിനും ജോലിക്ക് പോകേണ്ടി വന്നു. ജാക്കിനും ജോലിക്ക് പോകേണ്ടി വന്നു എന്നാണ്. ബട്ട് എന്നാൽ പറയുന്നു ബട്ട് അവിടെ യൂസ് ചെയ്യാം. ബട്ട് മിസ്റ്റർ ജാക്ക് also had to go to work. Mr. Jack also had to go to work. Mr. Jack also had to go to work. Okay? എങ്ങനെയാ പറയാ? എന്നാൽ ജാക്കിന് ജോലിക്ക് പോകേണ്ടി വന്നു. But Mr. Jack also had to go to work. ഇനി വീടിനടുത്തല്ലാത്ത ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്നതിനാൽ പലപ്പോഴും ബസ്സിൽ പോയിരുന്നു. ഇതെങ്ങനെയാ? അയാള് ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ? അപ്പോ he worked in an office that was near to his house. Okay, he worked in an office that wasn't near. Wasn't ആണ്, was not. And the short wasn't. Wasn't near. He worked in an office. അയാൾ ഓഫീസിൽ ജോലി ചെയ്തിരിക്കുകയാണ് അല്ലെ? ജോലി ചെയ്യുന്നുണ്ട്. So he worked in an office. ആ ഓഫീസ് വീടിനടുത്തല്ല എന്നാ പറയുന്നത്. അപ്പോ he worked in an office that wasn't near to his house. That wasn't near to his house. ഒന്നുകൂടി പറയോ? മിസ് അത് കിട്ടിയല്ലോ. He worked in an office that was near. Wasn't ആണ്. Wasn't no. Was notന്റെ ഷോർട്ട് wasn't. Okay, okay. അപ്പൊ wasn't near to his house. So wasn't near എന്തെന്ന് മിസ്? Wasn't near to his house. അല്ലേ? wasn't near. He worked in an office that wasn't near to house എന്നല്ലേ? Near to his house. അവന്റെ വീടിനടുത്തല്ലോ. His house ആണ്. വീടിനടുത്തല്ലാത്ത ഒരു ഓഫീസിൽ ജോലി ചെയ്തിരുന്നതിനാൽ അവിടെ വരെത്തി. ഓക്കെ, ഇനി സോ എന്താണ്? പലപ്പോഴും ബസ്സിൽ പോയിരുന്നു എന്നാ പറയണ്ടേ. അപ്പൊ സോ ഹി often ആണ്, പലപ്പോഴും മീനിങ് often ആണ്. So he often went to work on the bus. So he often went to work. So he often went to work on the bus. ബസ്സില് ജോലിക്ക് പോയിരുന്നു. went ആണ്, പോയിരുന്നു ആണ് വേണ്ടത്. പാസ്റ്റ് ആണല്ലോ. സോ നമുക്ക് അവിടെ went യൂസ് ചെയ്യാം. വീട്ടിൽ ഫോം ആണ് went യൂസ് ചെയ്യാം. So he often went to work on the bus. Okay. Next, അവരുടെ ഏകാന്ത മനുഷ്യനായിരുന്നു. He was a lonely man. He was a lonely man. അവനൊരു ഏകാന്ത മനുഷ്യനായിരുന്നു. He was a lonely man. Okay. He was a lonely man. ഇനി അയാൾക്ക് അധികം ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. He didn't have many friends. Didn't ആണ് വരാ. ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. Didn't ആണ്, past ആണ്, did ആണ് യൂസ് ചെയ്യാം. He didn't have many friends. ഇല്ലായിരുന്നു. ഇല്ല, അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അപ്പൊ have ആണ് അവിടെ യൂസ് ചെയ്യാം. ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് have, has, had ഒക്കെ യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ did യൂസ് ചെയ്തുകൊണ്ടാണ് അവിടെ have വന്നത്. അല്ലെങ്കിൽ നമുക്ക് had യൂസ് ചെയ്യാവുന്നതാണ്. പാസ്റ്റ് ആണല്ലോ. അപ്പൊ he didn't have many friends. അവന് അധികം ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. He didn't have many friends. ഇക്കാരണത്താൽ എന്ന് പറയുമ്പോൾ because of this ആണ്.
because of this, ഇക്കാരണത്താൽ, because of this, അയാൾക്ക് പലപ്പോഴും സങ്കടവും വിരസതയും തോന്നി. Because of this, he often felt sad and bored. Because of this, സെന്റൻസ് കട്ടായി he പോയി. often, ആണോ എവിടെ വരെ എഴുതി? Because of Okay, because of this, ഇക്കാരണത്താൽ എന്ന് പറയുമ്പോൾ because of this ആണ്. ഇക്കാരണത്താൽ അയാൾക്ക് പലപ്പോഴും സങ്കടവും വിരസതയും തോന്നി. പലപ്പോഴും എന്ന് പറയുമ്പോൾ often ആണ്. അപ്പോ he often felt, തോന്നി കഴിഞ്ഞ കാര്യമാണ്, felt ആണ് വരാം, future form ആണ് felt. So because of this, he felt എന്താ സങ്കടവും വിരസതയും, sad and bored ആണ്. ബോറിംഗിന്റെ past form bored, BORED, bored. Because of this, he often felt sad and bored. Complete ആയോ? Okay. മാം ആ സെന്റൻസ് Mr. ഒന്ന് Jack ടൈപ്പ് ചെയ്താവോ? കട്ടായി പോവോ, ക്ലിയർ ആവുന്നില്ല. ഏതാണ്, ലാസ്റ്റ് ആണോ? ലാസ്റ്റ് Last sentence ആണ്. Okay. ആ Because of this, he often felt sad and bored. Because of this, he often felt sad and bored. Okay, last sentence ആണ്. Yeah, text എഴുതണ്ട, നോക്കി എഴുതാം. Okay, next, first reading വായിക്കാം. Mr. Jack lived close to the town center or near the town center. Okay, we can write anything. Okay, Mr. Jack lived close to the town center. He had a large or big house with a garden. Mr. Jack liked his garden very much. And he had a lot of beautiful flowers that bloomed in summer, as pink, yellow, and red. Mr. Jack liked to spending time in his garden in the evenings and on weekends. But Mr. Jack also had to go to work. He worked in an office that was near to his house. So he often went to work on the bus. He was a lonely man. He didn't have many friends. Because of this, he often felt sad and bored. Okay, clear ആണല്ലോ? yes ma'am, clear. Yes. Okay, clear. Yeah. So in next class വരുമ്പോൾ ഞാൻ ടോപ്പിക് തരാം. What's your expectation for 2025? നിങ്ങളുടെ expectation എന്താണ്? 2025 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. So what's your expectations? Okay, അതാണ് ടോപ്പിക്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. Okay, ക്ലിയർ ആണല്ലോ? ടോപ്പിക് ക്ലിയർ ആണ്? Yeah. What's your expectations about 2025? Okay, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരാം സംസാരിക്കാനായിട്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പറയാം. അപ്പൊ നന്നായിട്ട് സംസാരിക്കണം. കാരണം ഇനി കോഴ്സ് കഴിയാൻ അധികം നാളൊന്നുമില്ല, കുറച്ച് ദിവസങ്ങൾ മാത്രം. സോ ഇംഗ്ലീഷിൽ സംസാരിക്കണം, മസ്റ്റ് ആണ്. എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് വരാം, സംസാരിക്കുക. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ആൾ. Thank Thank you. you, ma'am.